സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇറാഖിലെ അങ്കാവ യുവജന സംഗമം വീണ്ടും ഒരുമിച്ച് കൂടിയത് 2000-ഓളം ക്രൈസ്തവ യുവജനങ്ങൾ. അങ്കാവ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ വിതച്ച കനത്ത ദുരിതങ്ങളിൽ നിന്ന് കരകയറി വരുന്ന ഇറാഖിൽ ക്രൈസ്തവ യുവജനങ്ങൾ ഒരുമിച്ച് കൂടി. ആഗസ്റ്റ് 22-24 തീയതികളിൽ അങ്കാവ എർബിലിയിലെ മാർ ഏലിയ ദേവാലയ അങ്കണത്തിൽ നടന്ന 7ാമത് വാർഷിക അങ്കാവ യുവജന സംഗമത്തിൽ ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് 2000-ഓളം യുവജനങ്ങൾ ഒത്തുകൂടിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹത്തിന്റെ സന്തോഷം എന്ന പ്രമേയത്തിൽ ഊന്നി ഇർബിലിലെ കർദായ അതിരൂപതയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളി അയച്ച സന്ദേശം പരിപാടിക്കിടെ വായിച്ചു. ഇർബിയിലെ കർദായ ആർച്ച് ബിഷപ്പിനെ അഭിസംബോധന ചെയ്ത പരോളിൻ യുവജനങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്തോഷം പ്രകടിപ്പിച്ചു. തന്റെ പ്രാർത്ഥനകൾ പാപ്പ യുവജനങ്ങൾക്ക് ഉറപ്പു നൽകി. പങ്കെടുത്ത എല്ലാവരോടും തന്റെ ആത്മീയ ബന്ധവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പരിശുദ്ധ പിതാവ് യുവജനങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും സ്വർഗീയ നസ്രത്തിന്റെ വിശുദ്ധ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി ഭാരമേൽപ്പിച്ചു. 2014 ഇസ്ലാമിക ഭീകരരുടെ വരവോടെ 10,000-കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളാണ് മേഖലയിൽ നിന്നും പലായനം ചെയ്തതെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ചർച്ച് ഇൻ നീഡ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ 9,000 ക്രൈസ്തവ കുടുംബങ്ങൾ മേഖലയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇറാഖിലെ പ്രധാന ക്രൈസ്തവ നഗരമായ കൊരാഗോഷിൻ അധിനിവേശത്തിന് മുൻപ് ഏകദേശം 1,00,000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. ഇതിൽ ഏകദേശം 25,000 പേർ മടങ്ങിയെത്തിയിട്ടുണ്ട്. മേഖലയിൽ ക്രിസ്തു സ്നേഹത്തെ പ്രതിയുള്ള യുവജനങ്ങളുടെ ഒരുമിച്ച് കൂടൽ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.